ഹായ് ഫ്രണ്ട്സ്, നന്നു മുന്നു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് മുത്തുവുമായിട്ടാണ്. അതും മുത്തുവിന്റെ നാട്ടിലെ തമിഴ്നാട് സ്റ്റൈൽ കറിയാണ് പറഞ്ഞിരിക്കുന്നത്. വത്തക്കുളമ്പ്. വത്തക്കുളമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാങ്ങയില്ലേ, പച്ചമാങ്ങ, അത് ഉണക്കി വന്നതും പിന്നെ വഴുതനങ്ങ ഉണങ്ങിയതും കൂട്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അത് ഫുള്ളും ചെയ്യുമ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ കറി നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു പ്രത്യേക തരം കറിയാണ്. അത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ അത് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ഞാൻ വിശദമായി അതിൽ പറയുന്നതാണ്. ബാക്കിയെല്ലാം തമിഴിൽ മുത്തു പറഞ്ഞു തരുന്നതാണ്. ഇതെല്ലാവരും കണ്ട് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാം കറക്റ്റായിട്ട് ഞാനിനി പറയാൻ പോകുന്നത് മുത്തുവിനോട് ചോദിച്ചിട്ടാണ്. മുത്തു എല്ലാം സൂപ്പറായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും, അതും തമിഴിലെ. இப்போ அந்த மாங்கொட்டையை எடுத்துக்கணும். அந்த காஞ்ச மாங்கொட்டை கத்திரி வெத்தலை எடுத்துக்கணும். மாங்கொட்டையை வெந்நீர் சுடு வெள்ளத்தில் ஊற வைக்கணும். அதை ஊற வச்சுட்டு பின்னாடி கத்திரி வெத்தலை கொஞ்சம் லைட்டாக ஊற வச்சா போதும். ஒரு நிமிஷம் 2 நிமிஷம் ஊற வச்சுட்டு அதை எடுத்துக்கணும். பூண்டு எடுத்துக்கணும். பூண்டு கொஞ்சம் புளி எடுத்துக்கணும். அதில் புளியை நல்லா கரைச்சிக்கிட்டு அதில் உப்பு, மிளகாத்தூள், மஞ்சத்தூள், மல்லித்தூள் இதெல்லாம் போட்டு கலந்து வச்சுக்கணும். வானலியில் நல்லெண்ணெய் தான் விடணும், வேறு எந்த எண்ணெயும் விடக்கூடாது. நல்லெண்ணெயை விட்டு அதில் கொஞ்சோண்டு வெந்தயத்தை ரவையோண்டு போட்டு தாளித்து அது பொன் வறுவலாக வரணும். வந்த பிறகு பூண்டை போடணும். பூண்டை போட்டு நல்லா வதக்கணும். அதுவும் பொன் வறுவலாக வரணும். அப்போ இதை கரைச்சி வச்சுருந்தது அதை எடுத்து ஊற்றணுன்னா நல்லா கொதி வந்த பிற்பாடு மாங்கொட்டை, கத்திரி வெத்தல் இதெல்லாம் போடணும். கத்திரி வெத்தலாம் போட்டு தேவையான அளவு உப்பு போடணும். உப்பு போட்டு கொதித்து இறக்க போகும்போது ஒரு 5 நிமிஷத்துக்கு முன்னாடி மிளகுத்தூளை வறுத்துக்கணும். வறுத்து பொடி பண்ணி வச்சுக்கணும். அப்படி இல்லைன்னா பெப்பர் பவுட்ரு இருந்தாலும் பரவாயில்ல, அது மேலே அப்படியே ரவையோடு தூவிக்கணும். தேவையான அளவுக்கு உங்களுக்கு காரத்துக்கு அளவு தூவிக்கிட்டு நல்லெண்ணெய் அதில் விடணும். விட்டு ஒரு 5 நிமிஷம் மூடி வைக்கணும். மூடி வந்தோன்னா கொதித்து வந்தோன்னா அதை இறக்கணும்னா அவ்வளோதான். வத்தக்குழம்பு நல்லாயிருக்கும், சாப்பிட்டு பாருங்கள். നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഓരോന്നായിട്ട് കാട്ടിത്തരാം. വാളംപുളി, ഉണങ്ങിയ വഴുതനങ്ങ, നല്ലെണ്ണ, ഉണങ്ങിയ മാങ്ങ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി. ഉണക്കമാങ്ങ കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. വാളംപുളി നമുക്ക് പിഴിഞ്ഞൊരു പാത്രത്തിൽ എടുത്തു വയ്ക്കാം. നല്ലെണ്ണ ചട്ടി വെച്ച് നല്ലെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇത്തിരി ഉലുവ ഇടുക. ഉലുവ ഒന്നൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് വാട്ടി വെക്കാം. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് അതും നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. വെളുത്തുള്ളി ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. അതൊന്ന് തിളച്ചങ്ങ് വരുമ്പോഴേക്കും ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കാം. ഇളക്കി അത് നന്നായി തിളച്ച് ഇനി അതിലേക്ക് ഉണക്ക മാങ്ങ ഇടുക. ബാക്കി വരുന്ന കഷ്ണങ്ങളും ഉണക്ക വഴുതനങ്ങയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മാങ്ങയുടെ സീസണിൽ മാങ്ങ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. വഴുതനങ്ങയും അതുപോലെ ഉണക്കിയെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് കുരുമുളക് മീതെ തൂക. എരിവിൻ്റെ അനുസരിച്ച് എത്രയാണോ കുരുമുളക് ഇടാവുന്നത് അത്രയും കുരുമുളക് പൊടി നമുക്ക് തൂകിയിട്ട് കുറുക്കിയെടുക്കണം.
നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് ഒരു വലിയ സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. നല്ലെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം. ഈ കറി മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. 3-4 ദിവസം കേടുകൂടാതെ ഇരിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് വത്തക്കുളമ്പ്. குழம்பு முடிஞ்சு விட்டது. வத்த குழம்பு அவ்வளோதான். இந்த பாருங்க, அவ்வளோ திக்னஸ் வந்துட்டு பாருங்க. இந்த மாதிரி திக்னஸோடு இறக்கி வச்சுக்கிட்டு சாதத்தில் மெடிச்சு சாப்பிட வேண்டியது தான். அவ்வளோதான், முடிஞ்சிட்டு ஃபினிஷ்.